വർക്കല അസോസിയേറ്റ് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിശേഷപ്പെട്ട ഒരു ഹോമത്തിനെ കുറിച്ചാണ്. പൊതുവെ എല്ലാ ആൾക്കാരും വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്യാറുണ്ട്. അതുപോലെ ശാരീരികമായ വൈഷമ്യങ്ങൾ മാറി മൃത്യുദോഷം മാറുന്നതിനും ശരീര സൗഖ്യതയ്ക്കും രോഗം മാറുന്നതിനും മൃത്യുഞ്ജയ ഹോമം ചെയ്യാറുണ്ട്. ശത്രുദോഷങ്ങളോ ആഭിചാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ബാധാദോഷങ്ങൾ മാറുന്നതിനും ഭയം മാറുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് മഹാസുദർശന ഹോമം ചെയ്യാറുണ്ട്. അതുപോലെ സർവ്വ ഐശ്വര്യത്തിനു വേണ്ടിയിട്ട് മഹാചണ്ഡിയാ ഹോമം ചെയ്യാറുണ്ട്. ഇങ്ങനെ പല കാര്യത്തിനായി പല രീതിയിലുള്ള ഹോമ വിഷയം ഹൈന്ദവ സമ്പ്രദായത്തിലുണ്ട്, ഹോമകാര്യങ്ങൾ ഹൈന്ദവ സമ്പ്രദായത്തിലുണ്ട്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉപയോഗം നൽകുന്ന ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തി ജീവിതത്തിൽ അയാളെ സംബന്ധിച്ചുള്ള ശാരീരികമായിട്ടോ ധനസംബന്ധമായിട്ടോ കുടുംബ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട് ഭൂമി മനസ്സിൻ്റെ ഗുണങ്ങളോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം രോഗവിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ടോ ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിലോ ആയുസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ ഭാഗ്യധർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ കർമ്മത്തിൻ്റെ ഗുണങ്ങളാണെങ്കിലോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ലാഭവിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ ഇതിനൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും ഈ പറഞ്ഞ കാര്യങ്ങളുടെ അനുകൂല ഫലം അനുഭവത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു വിശേഷപ്പെട്ട ഹോമമുണ്ട്. അത് നവഗ്രഹ ഹോമം എന്ന് പറയും. ആദിത്യാദി നവഗ്രഹങ്ങളെ പൂജിച്ച് അവർക്ക് അർച്ചനാദി വിഷയങ്ങൾ നൽകി ഹോമം നടത്തി ആ പറഞ്ഞിരിക്കുന്ന 9 ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തി നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സൗഖ്യത നൽകുന്ന ഒരു വിശേഷപ്പെട്ട ഹോമമാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. എന്താണ് ഈ ഹോമം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 9 ഗ്രഹങ്ങളുണ്ട്. ഒരു ആദിത്യൻ, ഈ ആദിത്യനെ കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പിതൃകാരകനാണ്, ആത്മകാരകനാണ്. ഒരു മനുഷ്യൻ്റെ എബിലിറ്റി, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി, ഇതൊക്കെ പറയേണ്ടത് ജാതകത്തിലെ ആദിത്യനെ കൊണ്ടാണ്. ആ പറഞ്ഞിരിക്കുന്ന ആദിത്യ ഗ്രഹത്തിന് ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ ഇതെല്ലാം കുറവായിരിക്കും. ആ പറഞ്ഞിരിക്കുന്ന ആ ആദിത്യ പ്രീതിക്ക് വേണ്ടിയിട്ട് നവഗ്രഹ ഹോമം ചെയ്യാം. ഒരാളുടെ ജാതകത്തിൽ ആദ്യം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ചന്ദ്രൻ മനകാരകനാണ്, മാതൃകാരകനാണ്. മനസ്സിൻ്റെയും മാതാവിൻ്റെയും ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ചന്ദ്രന് ഗുണം ഉണ്ടായിരിക്കണം, ചന്ദ്രൻ്റെ പക്ഷബലം ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ട് മനസ്സിൻ്റെയും മാതാവിൻ്റെയും ഗുണങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാൻ വേണ്ടിയിട്ട് നവഗ്രഹ ഹോമം ചെയ്യാം. അതുപോലെ ചൊവ്വ, ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ അനിഷ്ടരാശിയിലാണ്. ചൊവ്വയെ കൊണ്ടുള്ള ദുരിതങ്ങളോ ദോഷങ്ങളോ അയാൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഭൂമി സംബന്ധമായ ക്ലേശങ്ങൾ, തർക്കം, വഴക്ക് ഒക്കെ ഉണ്ടാവാം. സഹോദര സംബന്ധമായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവാം. അപ്പുറന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് നവഗ്രഹ ഹോമം ചെയ്യാം. ഇനി ബുധൻ, ഒരാളുടെ ജാതകത്തിൽ, ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ബുധന് ദോഷസ്ഥാനത്താണ് ബുധന്റെ സ്ഥിതി എന്നുണ്ടെങ്കിലോ ബുധനെ കൊണ്ടുള്ള ഗുണങ്ങൾ കുറവാണെങ്കിലോ ബുധന് ജാതകത്തിൽ ബലക്ഷയം ഉണ്ട് എന്നുണ്ടെങ്കിലോ അദ്ദേഹത്തിന്റെ വിദ്യാകാരകത്വം, വിദ്യ കൊണ്ടുള്ള ഗുണങ്ങൾ കുറയും, ബുദ്ധി കുറയും. അപ്പോൾ വിദ്യയ്ക്കും ബുദ്ധിക്കും വേണ്ടിയിട്ടും നവഗ്രഹ ഹോമം ചെയ്യാം. ഇനി വ്യാഴം, ഒരു വ്യക്തിയുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ധനപരമായ കാര്യങ്ങളിലും അതുപോലെ അയാളുടെ പൂർവ്വപുണ്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. വ്യാഴത്തിന്റെ അനുകൂലത കൊണ്ടാണ് ദൈവാധീനം ഉണ്ടാകുന്നത്, നല്ല ചിന്ത ഉണ്ടാകുന്നത്, ധനം ഉണ്ടാകുന്നത്, ധനം നിൽക്കുന്നത്, വരുന്ന ധനം നിൽക്കുന്നത്. ഒരാൾക്ക് ധനം ഉണ്ടാകുക എന്നതിനേക്കാൾ ഉപരി എന്ത് ധനം കിട്ടിയോ അത് നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. വ്യാഴത്തിന്റെ അനുകൂലത കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അവർ നവഗ്രഹ ഹോമം ചെയ്യുന്നത് കൊണ്ട് അപ്പറഞ്ഞുള്ള ഗുണങ്ങൾ ലഭിക്കും. അതുപോലെ ശുക്രന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ലൗകിക ജീവിതത്തിന്റെ ഗുണങ്ങൾ, ആഡംബര കാര്യങ്ങൾ, കുടുംബ സൗഖ്യത, ദാമ്പത്യാദി ഗുണങ്ങൾ, ഇതിനൊക്കെ തടസ്സമോ ദുരിതമോ ദോഷമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറി അതിൻ്റെതായ സൗഖ്യത ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വാഹനാദി ഗുണങ്ങൾ ശുക്രനെ കൊണ്ട് പറയാം, വാഹനങ്ങളുടെ അനുകൂലത പറയാം, ആഡംബര കാര്യങ്ങൾ പറയാം, വീട്ടിനകത്തുള്ള നമ്മുടെ ഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ, ഉയർച്ച, ആഡംബരങ്ങളൊക്കെ പറയാം. ഇങ്ങനെയുള്ള ലൗകിക ജീവിതത്തിലെ ഗുണങ്ങളും ആഡംബരാദി കാര്യങ്ങളും വാഹനാദി ഗുണങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ശുക്ലപ്രീതിക്ക് വേണ്ടിയിട്ടും നവഗ്രഹ ഹോമം ചെയ്യാം. ഇനി ശനിയെ കൊണ്ട് ആയുസ്സിനെ പറയാം, ശനിയെ കൊണ്ട് രോഗം പറയാം, ശനിയെ കൊണ്ട് കടം പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആയുർദോഷം ഉണ്ടെങ്കിലോ രോഗക്ലേശം ഉണ്ടെങ്കിലോ കടമുണ്ടെങ്കിലോ ഒക്കെ തന്നെ നവഗ്രഹ ഹോമം ചെയ്യുന്ന പക്ഷം അപ്പുറന്നിരിക്കുന്ന കാര്യത്തിനൊക്കെ നമുക്ക് ഒരു നീക്കുപോക്ക് ഉണ്ടാകുകയും ശാരീരികമായ വൈഷമ്യങ്ങൾ മാറി ശരീരത്തിന് സൗഖ്യത ഉണ്ടാകുകയും രോഗം കുറയുകയും കടം കുറയുകയും ആയുർവർദ്ധനം ഉണ്ടാകുകയും ചെയ്യും. ഇനി രാഹു, നവഗ്രഹങ്ങളിൽ പെടുന്ന രാഹുവിന് പറഞ്ഞിട്ടുള്ള
രാഹുവിൻ്റെ വിഷയം പറഞ്ഞാൽ വിഷകാരകത്വം. ജാതകത്തിൽ രാഹു അനിഷ്ട രാശിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ സംബന്ധമായ ക്ലേശം വരാം, രോഗം വരാം. രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറവുണ്ടാകാം. ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിന് പറഞ്ഞ പോരായ്മകൾ വരാം. വിവാഹ ദുരിതം വരാം, സന്താന സൗഖ്യതയ്ക്ക് ബുദ്ധിമുട്ട് വരാം രാഹുവിനെ കൊണ്ട്. അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും നവഗ്രഹ ഹോമം ചെയ്യാം. ഇനി കേതു, നവഗ്രഹങ്ങളിൽ കേതുവിന് പറയുന്ന കാര്യം പാശബന്ധ. അനാവശ്യമായി നമുക്ക് പല കാര്യങ്ങൾ തടസ്സം ഉണ്ടാകാം, ഒരു ബന്ധനം പോലെ തടസ്സം ഉണ്ടാകാം. ജാതകത്തിൽ കേതുവിനെ കൊണ്ട്, കേതു ജാതകത്തിൽ അനിഷ്ടരാശി നിൽക്കുന്ന പക്ഷം അല്ലെങ്കിൽ കേതു ദശ അനുഭവിക്കുന്നവർ, കേതുവിൻ്റെ ദശയോ അപഹാരമോ അനുഭവിക്കുന്നവർക്ക് പ്രവൃത്തിയിൽ ബന്ധനം ഉണ്ടാവാം, പ്രവൃത്തിയിൽ തടസ്സം ഉണ്ടാവാം. വിശേഷപ്പെട്ട രീതിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്താലും പരിപൂർണമായി നമുക്ക് അതിൻ്റെ ഗുണം കിട്ടാതെ വരാം. അങ്ങനെയുള്ള ആ കേതുവിൻ്റെ ദോഷം മാറുന്നതിനും നവഗ്രഹ പൂജ ചെയ്യാം. ഇങ്ങനെ നവഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തി നവഗ്രഹങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതിന് വിശേഷമായിട്ട് ചെയ്യുന്ന പൂജയാണ് നവഗ്രഹ ഹോമം. അങ്ങനെയുള്ള നവഗ്രഹ ഹോമം ഗ്രഹത്തിൽ ചെയ്യാം, ക്ഷേത്രങ്ങളിൽ ചെയ്യാം. ഇനി നവഗ്രഹ ഹോമത്തിൻ്റെ മറ്റൊരു വിശേഷം എന്തൊക്കെയാണ് ഇതിൻ്റെ സമ്പ്രദായം എന്ന് വെച്ചാൽ, ഹോമിക്കുന്നത് നവഗ്രഹ ഹോമത്തിൽ 9 ഗ്രഹങ്ങളുടെയും പ്രീതിക്ക് വേണ്ടിയിട്ട് ഹോമിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദിത്യ പ്രീതിക്ക് വേണ്ടിയിട്ട്, ആദിത്യൻ്റെ പ്രീതിക്ക് വേണ്ടി എരിക്കിൻ്റെ ചമതയാണ്. എരിക്കിൻ്റെ ചില്ലകൾ ഏകദേശം ഒരു ചാൺ നീളത്തിൽ മുറിച്ച് എരിക്കിൻ ചമത എന്ന് പറയും, അതാണ് ഹോമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചന്ദ്രപ്രീതിക്ക് വേണ്ടിയിട്ട് പ്ലാശിൻ്റെ ചമതയാണ് അവർ ഹോമിക്കുന്നത്. ഇതൊക്കെ തന്നെ ഔഷധങ്ങളാണ്. അതുപോലെ കുജപ്രീതിക്ക് വേണ്ടിയിട്ട് കരിങ്ങാലിയുടെ ചമത, കരിങ്ങാലി. ഇനി ബുധന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഹോമിക്കുന്നത് കടലാടിയാണ്, ഒരു ഔഷധ സസ്യമാണ്, അതാണ് ഹോമിക്കുന്നത് ബുധപ്രീതിക്ക് വേണ്ടിയിട്ട്. ഇനി വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട്, വ്യാഴത്തിൽ നിന്ന് നമുക്കുള്ള ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഹോമാഗ്നിയിൽ ഹോമിക്കുന്നത് അരയാലിൻ്റെ ചമതയാണ്. ഇനി ശുക്രപ്രീതിക്ക് വേണ്ടിയിട്ട് ഹോമിക്കുന്നത് അത്തിയുടെ ചമത, അത്തിയുടെ കൊമ്പുകൾ. ശനിദോഷം മാറുന്നതിനും ഏഴാണ്ട ശനി, കണ്ടക ശനിയൊക്കെ മാറുന്നതിനും വേണ്ടിയിട്ട് ഹോമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വന്യച്ചമതയാണ് ഹോമിക്കുന്നത്. രാഹുപ്രീതിക്ക് വേണ്ടിയിട്ട് കറുക ഹോമിക്കും. കേതുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ദർഭയാണ് ഹോമിക്കുന്നത്. ഇത് 9 ഗ്രഹങ്ങൾക്കും ആ ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സമിത്ത് ഹോമിച്ചാണ് ഈ ഹോമം ചെയ്യുന്നത്. വളരെ വിശേഷമാണ്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന 9 ഗ്രഹങ്ങൾക്കും പ്രധാനമായിട്ട് 9 ധാന്യങ്ങളുണ്ട്. നവഗ്രഹ ഹോമത്തിനോട് ചേർന്ന് തന്നെ നവഗ്രഹ പൂജയും നടത്തി. നവഗ്രഹ പൂജ നടത്തുമ്പോൾ 9 ഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ധാന്യം വെച്ച്, ആ 9 ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന നിറത്തിലുള്ള വസ്ത്രവും വെച്ച് ആ പൂജ പൂർത്തിയാക്കി ആ പറഞ്ഞ ധാന്യവും വസ്ത്രവും വിശേഷമായിട്ട് ഉത്തമനായ ഒരു ബ്രാഹ്മണന് കാലോചിതമായ ദക്ഷിണയോടുകൂടി ദാനം ചെയ്ത് നമ്മുടെ ദോഷത്തെ തീർക്കുന്നു എന്നുള്ളതാണ് ആ പൂജയുടെ പരിസമാപ്തി. അതിനകത്ത് ഈ പറഞ്ഞ ആദിത്യന് പറഞ്ഞിട്ടുള്ള ധാന്യം ഗോതമ്പാണ്. ആദിത്യന് പറഞ്ഞിട്ടുള്ള വസ്ത്രത്തിൻ്റെ നിറം കറുപ്പ് കലർന്ന ചുവപ്പാണ്. അതുപോലെ ചന്ദ്രന് പറഞ്ഞിട്ടുള്ള ധാന്യം പച്ചരിയാണ്. ചന്ദ്രന് പറഞ്ഞിട്ടുള്ള വസ്ത്രത്തിൻ്റെ നിറം ശുഭ്രവസ്ത്രം, വെളുപ്പ് നിറത്തിലുള്ള വസ്ത്രമാണ് ചന്ദ്രന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കുജന് പറഞ്ഞിട്ടുള്ള ധാന്യം എന്ന് പറയുന്നത് തുവരപ്പരിപ്പാണ്. കുജന് പറഞ്ഞിട്ടുള്ള വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ്. ബുധന് പറഞ്ഞിട്ടുള്ള ധാന്യം പച്ചപ്പയറാണ്, പച്ച നിറത്തിലുള്ള പയറാണ്. പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ബുധന് പറഞ്ഞിട്ടുള്ളത്. വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള ധാന്യം, വ്യാഴഗ്രഹത്തിന് ദാനമായി നൽകാൻ പൂജ നടത്താനും പറഞ്ഞിട്ടുള്ള ധാന്യം എന്ന് പറയുന്നത് കടല, മുഴുക്കടല എന്ന് പറയും. കടലയാണ് പറഞ്ഞത്, തൊലി കളഞ്ഞ കടല, അതാണ്. മഞ്ഞ നിറം അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ശുക്രന് പറഞ്ഞിട്ടുള്ള ധാന്യം എന്ന് പറയുന്നത് പെരുമ്പയറാണ്. ശുഭ്രവസ്ത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ള നിറത്തിലുള്ള വസ്ത്രമാണ് ശുക്രന് പറഞ്ഞിട്ടുള്ളത്. ശനിദോഷം മാറുന്നതിന് വേണ്ടിയിട്ട് എള്ളാണ് പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എള്ള് വെച്ചിട്ട് ശനിയെ പ്രീതിപ്പെടുത്തി ആ എള്ള് കറുത്ത വസ്ത്രവും കൂടെ ചേർത്ത് ദാനം നൽകുന്നു. ഇനി രാഹുവിന് പറഞ്ഞിട്ടുള്ളത് ഉഴുന്നാണ്. നീല നിറത്തിലുള്ള വസ്ത്രമാണ് രാഹുവിന് പറഞ്ഞിട്ടുള്ളത്. കേതുവിന് പറഞ്ഞിരിക്കുന്നത് മുതിരയാണ് ധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പല വണ്ണം ചേർന്ന പട്ടാണ് കേതുവിന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 9 ഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുള്ള സമിത്ത് ഹോമം നടത്തി, 9 ഗ്രഹങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ധാന്യം വെച്ച് പൂജ നടത്തി, 9 ഗ്രഹങ്ങൾക്കും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള നിറത്തോടുകൂടിയുള്ള വസ്ത്രം വെച്ച് പൂജ പൂർത്തിയാക്കി അപ്പറഞ്ഞിരിക്കുന്ന ധാന്യവും വസ്ത്രവും ദക്ഷിണയോടുകൂടി ഒരു ബ്രാഹ്മണൻ ദാനം കൊടുത്ത് നമ്മളിലുള്ള നവഗ്രഹ ദോഷങ്ങൾ മാറിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശേഷപ്പെട്ട ഹോമമാണ് നവഗ്രഹ ഹോമം. നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു ഹോമം നടത്താൻ അവസരമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെയുള്ള ഹോമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും വളരെ വിശേഷപ്പെട്ടൊരു കാര്യം തന്നെയാണ്. വർക്കല സ്വസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.